തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു UDF യോഗത്തിന്റെ പ്രധാന അജണ്ട. കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പാലക്കാട്, തൃശൂർ, ചാലക്കുടി, ഇടുക്കി മണ്ഡലങ്ങൾ വിജയിക്കാനാകുമായിരുന്നുവെന്ന് UDF യോഗം വിലയിരുത്തി. പാലക്കാട്ടെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. ഇതിനെക്കുറിച്ച് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പാലക്കാട് UDFന് നേരിട്ടത്. അത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി UDFന്റെ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ UDF കൺവീനർ ശ്രീ KPA മജീദ്, ശ്രീ R ബാലകൃഷ്ണപിള്ള. നെൽവയൽ നീർത്തട നിയമ ഭേദഗതി സംബന്ധിച്ച് ഉപസമിതിയുടെ കരട് റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്തു. റിപ്പോർട്ട് ഘടകകക്ഷികൾ പ്രത്യേകം ചർച്ച ചെയ്ത് അവരുടെ നിലപാടുകൾ അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ UDF തീരുമാനമെടുക്കുക. KB ഗണേഷ്കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശന കാര്യം R ബാലകൃഷ്ണപിള്ള മുന്നണി യോഗത്തിൽ വീണ്ടും ഉന്നയിച്ചു. വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പിള്ള ശ്രമിച്ചു. തുടർന്ന് ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ യോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തിന് കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. CMP, JSS എന്നീ പാർട്ടികളിലെ UDF അനുകൂല വിഭാഗങ്ങളെ മുന്നണിയുമായി സഹകരിപ്പിക്കും. ഇവരുടെ നേതാക്കളെ UDF യോഗത്തിൽ പ്രത്യേക ക്ഷണിതാക്കളായി വിളിക്കും. ഇവരെ ഘടകകക്ഷികളാക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കാനും യോഗത്തിൽ ധാരണയായി. മീഡിയ 1 തിരുവനന്തപുരം.